സോ മണപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് കേട്ടോ. പണ്ട് എന്നെ കുറെ കാണാണ്ട് കിട്ടുന്നുണ്ട് ഇവിടെ. മെയിൻലി വെച്ചാൽ ഞാൻ കുഞ്ഞിലെ ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. ഇവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ദൈവം പരിചയപ്പെടുത്തടാ പറ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാം. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോ ഒന്ന് പിടിച്ചേ. വെൽക്കം ടു എന്നെ ഹായ് പറയാൻ സമ്മതിക്കാത്ത രണ്ട് ആൾക്കാരെ കാണിച്ചു തരാം. സോ ഇവരുടെ ഒപ്പം അതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? അപ്പൊ ഇതൊക്കെ തന്നെ എന്റെ കുഞ്ഞി നീസും നെവ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവരുടെ ഒപ്പാണ് വ്ലോഗ് ഇടുന്നത്. സോ നമ്മളെങ്ങോട്ടാ പോണേ? മണപ്പുറത്ത്. യെസ്, അപ്പൊ നമ്മള് മണപ്പുറത്തേക്ക് പോവാണ്. ആലുവ മണപ്പുറത്ത്. ഒരുപാട് നിങ്ങൾ ആദ്യമായിട്ടല്ലേ പോണേ? അവരുടെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഞാനും കുറെ നാളായി പോയിട്ട്. സോ സീ യു ദേർ. അങ്ങനെ ഇഫ്താർ നോമ്പ് തുറ തിരക്കുകളൊക്കെ കഴിഞ്ഞ് 8 മണിയായിട്ട് പയ്യാണ് ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. എൻ്റെ കസിൻസ് ആയിട്ടുള്ള ആദ്യത്തെ വ്ലോഗ് കൂടി ആട്ടോ ഇത്. നമ്മളിവിടെ നിൽക്കുമ്പോ ലൈറ്റ് ഉണ്ടാവില്ല. മാജിക് കാണാ. വാ, ഇവിടെ നിൽക്കുമ്പോ ലൈറ്റ് വരുന്നത്. റെഡിയായോ ഒന്ന് ക്യാമറയിൽ ഒന്ന് ഹാജറൊക്കെ പറയാണ്ട് നമ്മുടെ കുഞ്ഞി കുട്ടിയാരാണ് ഏറ്റവും ഫസ്റ്റ് റെഡി ആയത്. ടാറ്റ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് പണ്ടേ ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ സെറ്റല്ലേ ഗൈസ്? പോയല്ലേ? അതിനോട് കൂടുതലല്ലേ ഫിലിം സ്റ്റാർ. ഏകദേശം ഒരു 30-35 മിനിറ്റിനുള്ളിൽ നമ്മൾ ആലുവ മണപ്പുറത്ത് എത്തിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഞാൻ ആദ്യമായിട്ടാണ് കസിൻസ് മാത്രമായിട്ട് ഇവിടെ വന്നത്. അല്ലെങ്കിൽ പാരൻസോ വലിയവരോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു രസമില്ലാന്ന്. എന്താണെന്നറിയോ? അവരേതെങ്കിലും ഒരു ചെടിയോ പാത്രം എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. ബാക്കിയൊട്ട് മൊത്തം കാണാനും പറ്റില്ല. ഹോ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അകത്ത് കയറിയേക്കാണ് നമ്മള്. സാധാരണ ഇവിടെ നല്ല പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഷൂസ് ഇട്ട് വന്നത്. പക്ഷേ ഈ തവണ തൊട്ട് അതിലൊരു മാറ്റം വന്നു. ഇവിടെ ഫുള്ള് കാർപ്പറ്റ് ആക്കി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നായിരുന്നു അതിൻ്റെ അകത്തൊക്കെ. ഇനി ഇച്ചൂട്ടിയായിട്ട് നമുക്ക് ഒട്ടകത്തിനെ കാണാൻ പോയാൽ അതുവേലും വ്യത്യസ്തമായിട്ട് ഒട്ടക റൈഡ് ഉണ്ട് അത്ര. എന്നാൽ പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. കാണാൻ വലിയ എക്സൈറ്റഡ് ആയിട്ട് ഇച്ചൂട്ടി പോയെങ്കിലും അടുത്തെത്തിയപ്പോ ഇത്തിരി പേടി വന്നോന്നൊരു സംശയം. പേടിയായ എടുത്തേക്കോട്ടെ. കാണോ? പേര് വായിക്കുന്നേ മുത്തയിലല്ല, മുതയിൽ. ഞങ്ങളുടെ ഉസ്താക്ക്. ഹായ് സെമിലൊരു ഹായ് എടുത്ത്. സെമില അതിനൊക്കെ പോയിട്ടൊരു ഹായ് എടുക്ക്. ജമീലിന്റെ ടെറർ ഫേസ് ഒട്ടകം വരെ പേടിച്ചു ഗൈസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ എക്സ്ട്രാ 2 കസിൻസ് കൂടി കയറുന്നത്. അവരുടെ പേര് നല്ല രസാട്ടോ. സുബ്ഹാൻ, സുഹബാൻ. ഒരു HBയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും എത്തിക്കാൻ പിന്നെ ഒരൊറ്റ മൈൻഡാണ് ഫുഡ് അടിക്കുക. അങ്ങനെ വേറെ ഫുഡുകൾ ഇങ്ങനെ മാറി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം ട്രൈ ചെയ്തത് ഈ എന്താ പറയുക കോളിഫ്ലവറിൻ്റെ സംഭവം. പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായില്ല.
ഞങ്ങളുടെ ആക്രാന്തം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് കൊടുക്കാത്ത ടേസ്റ്റാണ്, പക്ഷെ ഒന്നുമില്ല ഗൈസ്, വലിയ രസമൊന്നും ഉണ്ടായില്ല. സാധാരണത്തെക്കാളും ബിലോ ആവറേജ് ആയിരുന്നു. പിന്നെ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോയി, പക്ഷെ അൺബിലീവബിൾ എന്ന് പറയട്ടെ, എല്ലാത്തിനും നല്ല മധുരമായിരുന്നു. സാധാരണ എരിവല്ലേ, ഇനി എൻ്റെ വായിലെ മധുരം കൊണ്ടാണോ എനിക്കറിയില്ല, പക്ഷെ ഡിസപ്പോയിൻറ്റഡ് എന്ന് തന്നെ പറയാം. മിക്കതിനും നല്ല മധുരമായിരുന്നു. പക്ഷെ ഏതോ പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തത് നല്ലതായിരുന്നു, അത് മാത്രം. ഇതാണ് നമ്മുടെ ഭാവി യൂട്യൂബർ ആണ്. യൂട്യൂബിന്റെ ഒരു ഏകദേശം ഒരു വൈബൊക്കെയാണ് സെയിമിനുള്ളത്. സെയിമിന് ഒരു ഹായ് ഗൈസ് കേൾക്കണോ നിങ്ങൾക്ക്? പറടാ എനർജി കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? സെയിമിന്റെ ഫുൾ നെയിം പറ. സെയിമേ ഭയങ്കര പവർഫുൾ നെയിമാണ് ഞങ്ങളുടെ ഫാമിലിയിലെ മിസ്റ്റാക്ക് സെയിം. സോ ലൈവ് വിത്ത് സെയിം. പാവസല്ല, അവൾക്ക് എൻ്റെ ക്യാമറ വരുമ്പോൾ അപ്പം ചിരി വരുതേ, എന്താണെന്നറിയില്ല. ഞാനും ഇതേപോലെയൊക്കെ തന്നെ കേട്ടോ, പക്ഷെ ഞാൻ ഇന്ന് ക്യാമറയുടെ പിന്നിൽ വ്ലോഗ് എടുക്കണോണ്ട് നിൽക്കണമൊന്നും കാണുന്നില്ല, അത് മാത്രം. ഇത് തീർന്നില്ലേ? എന്നെ പറ്റി 2 വാക്ക് പറയൂ. അത് കുഴപ്പമില്ല. 256 GB പറ. ആൾക്കാർ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോ ഒന്ന് പിടിച്ചേ. അയ്യോ, ഞാൻ വീഡിയോ ഇപ്പോഴാണ് ഓണാക്കിയത്. It was at this moment that he knew he fucked up. ഓർമ്മയിട്ടില്ല. എനിക്ക് പ്രൈസ് കിട്ടിയില്ല മറ്റേ എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്ക്. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. അതൊരു ഭയങ്കര ഒരു ഹിസ്റ്ററി ഉണ്ടോ. ഞങ്ങള് ഗെറ്റ് ടുഗദർ സമയത്ത് എന്താണ് ഞങ്ങള് ഗെറ്റ് ടുഗദർ സമയത്ത് തപ്പുക്ക് പ്രൈസ് കിട്ടിയല്ലോടി, ലക്കി വിന്നർ അടിച്ചല്ലേ. എന്താണ് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, വായി തുറന്നിട്ട് സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ എടുത്തില്ല എന്നുള്ള പരാതി അവൾ മറന്നിട്ടില്ല. ബട്ട് ഞാൻ ഓണാക്കിയത് ഓഫാക്കാണ് ചെയ്തത്, സോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ മണപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് കേട്ടോ. പണ്ട് എന്നെ കുറേ കാണാണ്ട് പറ്റുന്നുണ്ട് ഇവിടെ. മെയിൻലി എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാൻ എളുപ്പം ഈ സ്ഥലത്ത്. സോ ഇങ്ങനെ നടന്നു പോയി എന്തെങ്കിലുമൊക്കെ കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടുകാരുണ്ടാവില്ല. അപ്പോൾ അയ്യോ എന്നെ അവർ ഒറ്റക്കാക്കിയിട്ട് പോയോ എന്നൊക്കെ പറയും. പിന്നെ വീട്ടുകാരാണെങ്കിൽ അയ്യോ മിന്നു അവിടെ പോയി, അവിടെ കുഞ്ഞുമിന്നിനെ കാർഡില്ലാതെ കുറേ ഹിസ്റ്ററിയൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷം ഹോസ്റ്റലിലൊക്കെയാണ് ഞാൻ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ കുറേ നാളെത്തി വന്നാണ്. പിന്നെ മിക്കൂടെ നമ്മുടെ ബേബീസ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ആക്ച്വലി വ്ലോഗ് ഇടുന്നുള്ളൂ, കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറയുമ്പോഴാണ് പഠിച്ചത്. സോ എനിവേ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നാളെത്തി ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ ഞാൻ
എന്താണ് ഈ കാണുന്നത്? ഇത് പെരിയാറിൽ നിന്ന് വീണ്ടെടുത്ത അജൈവ മാലിന്യങ്ങൾ കൊണ്ട് അതല്ലേ ക്യാപ്സൽ എഴുതിയത്? അതായത് ചപ്പൽസ് ബോട്ടിൽസ് ഒക്കെ വെച്ച് മാഗ്നിഫിസന്റ് അല്ലേ? റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കി. ജമീൽ ഒരു വാക്ക് ദാ ഇവിടെ ഉണ്ടല്ലോ, ഈ ഡ്രിങ്ക് അടിപൊളിയാണ്. വെറുതെ ഹൈപ്പ് കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷെ കിട്ടില്ല സാധനം. നമ്മൾ ആലുവ പാലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള എൻട്രൻസ് തന്നെയാണ് ഇതുള്ളത്. സോ പോകുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഈ ഐറ്റം അത് ഏതൊരു ഉത്സവ പറമ്പിലും ഫെയർസിലും ഒക്കെ കാണുന്ന സംഭവമാണ്. ഈ പാനിപ്പൂരി പോലെ തന്നെ വേറൊരു ഐറ്റം തന്നെയല്ലേ ഇത്. എനിക്ക് വലിയ ഹൈപ്പൊന്നുമില്ല, പക്ഷെ എൻ്റെ കസിൻസിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. അവർക്ക് ഭയങ്കര അടിപൊളിയാന്ന് പറയണത്. മേടിച്ചപ്പോൾ തന്നെ തീർന്നു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തേക്കാന്ന് കരുതി. ആക്രാന്ത മൂത്ത് എല്ലാരും തീർത്തിരിക്കുന്നു. കിട്ടടി ഹാപ്പിയായ സൗണ്ട് ഏൽപ്പിച്ചേ. റിയലുണ്ടല്ലേ? എനിക്ക് തരുമോ? എടാ എനിക്കിതാ പിടിച്ചു നോക്കട്ടെ, സൗണ്ട് ഉണ്ടോ നോക്കട്ടെ. മിന്നോക്ക് തരൂലേ? അങ്ങനെ പിള്ളേരെ ടോയ്സൊക്കെ പിടിച്ചു വലിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഞാൻ ആലോചിക്കാം, ഇതേപോലെ എനിക്ക് ക്രേസിൻ്റെ ഒരു സാധനമായിരുന്നു ഈ കാണുന്ന പൊരി. ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊരി എന്നാണ് എനിക്ക് പറയാം. ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതെന്നല്ല, ഓരോറ്റ സ്നാക്സ് എനിക്കിപ്പോൾ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു 11 മണി 11:30 ഞങ്ങൾ നേരെ ആലുവ ബൈപ്പാസിലേക്ക് വന്നു. മണപ്പുറത്തിൻ്റെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് ഇവിടെ ആകെ സൈലൻ്റ് ആയിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരു ഐസ് കഴിച്ചേക്കാന്ന് കരുതി നേരെ. അപ്പൊ നമ്മള് മലപ്പുറം പോയി കഴിഞ്ഞിട്ട് നേരെ പെനി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. സമയം 11:30 അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ മേടിച്ചത് പാഷൻ ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള പെനിയാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ക്രേസാണ്. അത് വെച്ചുള്ള എന്തും എനിക്ക് ഇഷ്ടമാണ്. ഇത്തിരി പുളിപ്പുണ്ടാവും, പക്ഷേ അതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. എനിവേ ആ പെനി എന്ന് പറഞ്ഞ കട ഞങ്ങൾ കസിൻസ് കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. എല്ലാം മറന്നു പറക്കണം. But I'm sipping on kombucha, the Pico Brown. I'm the one that introduced you to the right now. Oh my God, happy life, but alright. Try to fight in the night, come alive. അപ്പോൾ ഇതൊക്കെയാണ് ഡേ ഔട്ട് വിത്ത് മൈ കസിൻസ് വ്ലോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മണപ്പുറമൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ബൈ ബൈ പറയാനുള്ള സമയമായി. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. സോ എൻ്റെ പ്രീവിയസ് വ്ലോഗ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ആക്കാം. സോ ടാറ്റാ.